നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നന്ദുവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം അനന്തപുരിയിലേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞിരിക്കുക. എങ്ങനെ പോണെന്ന് പോലും അറിയത്തില്ല. നവീൻ അവിടെ വരുന്നുണ്ട്. നവീനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. എനിക്കത് കാണുമ്പോൾ സഹിക്കത്തുമില്ല. ഇപ്പൊ നവീനേട്ടനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അച്ഛനും അമ്മയും തന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഒരുങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും തന്നെ അവിടേക്ക് കൊണ്ടുപോകത്തില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ആയിപ്പോയി നന്ദൂന്. അതേ സമയത്ത് ജലജയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു സങ്കടമായിപ്പോയി. കാരണം വരാൻ പോകുന്ന കനകയാണ്. കനക വന്നാൽ വെറുതെ ഇരിക്കില്ല. മുമ്പത്തെ പോലെ തന്നെ ഭരിക്കാൻ തുടങ്ങുമായിരിക്കും. അത് ചെയ്യ് ഇത് എന്നൊക്കെ പറഞ്ഞോണ്ട് അവൾക്ക് അടിമപ്പണി ചെയ്യേണ്ട കാര്യമൊന്നും തനിക്കില്ല. ഒരു കാര്യം ചെയ്യാം, നവ്യയെ വെച്ചിട്ടൊരു പണി കൊടുക്കാം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ജലജയുടെ മനസ്സിൽ. പിന്നീട് ദേവേന്റെ അടുത്തേക്ക് ജലജ ചെന്നു. ജലജ എന്നിട്ട് ദേവേനോട് പറഞ്ഞു, അല്ല എടുത്തി, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്. എന്താ? അല്ല, ഈ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് കനക ഇവിടേക്ക് വരേണ്ട കാര്യം വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. ആ, അതാണോ ഇപ്പൊ നന്നായത്? വരുന്നതിന് നിനക്കെന്താ? കനകയുടെയും ഗോവിന്ദന്റെ രണ്ട് മക്കൾ ഇവിടെ ഉണ്ടല്ലോ, നിന്റെ മരുമോളെയും കൂടെ കൂട്ടിയാ ഞാൻ പറഞ്ഞത്. ഇത് കേട്ടോണ്ടാണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും നയന വന്നിട്ട് ചോദിച്ചു, അല്ല അപ്പച്ചിക്ക് എന്താ ബുദ്ധിമുട്ട്? എന്റെ അഞ്ചത്തി അച്ഛനും അമ്മയൊക്കെ ഇവിടെ വരുന്നോണ്ട്. അതെ, അപ്പച്ചിയുടെ മരുമോളാണല്ലോ എന്റെ ചേച്ചി. ചേച്ചിയുടെ അച്ഛനും അമ്മയും കൂടി അല്ലേ വരുന്നേ. അപ്പൊ അപ്പച്ചി ഇങ്ങനെയൊക്കെയാണോ പറയണേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വരുന്നോണ്ടൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നെ ഭരിക്കാൻ വന്നേക്കരുത്. അപ്പച്ചി അടങ്ങി ഒതുങ്ങി ഇരിക്കുവാണെങ്കിൽ ആരും ഭരിക്കാൻ വരത്തില്ല. എന്റെ അമ്മ വന്ന് കഴിയുമ്പോഴത്തേനും അപ്പച്ചി അമ്മയുടെ തലയിലേക്ക് കയറും. അത് സ്വാഭാവികമായിട്ട് എപ്പോഴും കാണുന്നല്ലേ. പിന്നെ അമ്മയുടെ സ്വഭാവം അറിയാലോ, അമ്മ അങ്ങനെ വിട്ടു തരത്തില്ല. ഞാനൊക്കെ മിണ്ടാതെ മാറിപ്പോകുന്ന പോലെ എന്റെ അമ്മ അങ്ങനെ മിണ്ടാതെ മാറിപ്പോകത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എടി, നിന്റെ അമ്മയുണ്ടല്ലോ കനക, അവരുടെ തലയ്ക്ക് ചുറ്റും നാക്കാന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ല, കഴുത്തിന് ചുറ്റും നാക്കുള്ളത് അവരെ പോലുള്ളൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ഓ, പറയുന്ന അപ്പച്ചി പിന്നെ പുണ്യവതിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പച്ചി മര്യാദയ്ക്ക് ഇരിക്കുവാണെങ്കിൽ അപ്പച്ചിയോട് ആരും ഒന്നും പറയാൻ വരത്തില്ല. ദേവേനി പറഞ്ഞു, ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ട് ജലജ. അവര് വരട്ടെ, അവരവരുടെ പെൺമക്കളെ കാണാനായിട്ടല്ലേ വരുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾ ആരുമല്ല ക്ഷണിച്ചിരിക്കുന്നത്, അച്ഛനും അമ്മയെ ക്ഷണിച്ചിരിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നീ അവിടെ പോയി പറ, ഇത് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഞാൻ പറയാനുള്ള ആരോടാണെങ്കിലും പറയും. അതിപ്പോ അച്ഛനാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി. അതും പറഞ്ഞ് ജലജ അങ്ങോട്ട് കയറിപ്പി. അപ്പോഴേക്കും നയന പറഞ്ഞു, അപ്പച്ചിക്ക് എന്താളും നല്ല ഇടിവെട്ട് പണിയാ കിട്ടിയിരിക്കുന്നത്. അപ്പച്ചിക്ക് മാത്രമല്ല, അപ്പച്ചിയുടെ മോനും കിട്ടിക്കൊണ്ടിരിക്കണേ. അതിന്റെ ഒരു വിഷമമുണ്ട്. അത് ശരിയാ. അപ്പോഴേക്കും നയന ദേവനോട് പറഞ്ഞു, അമ്മേ, ഇന്നലെ രാത്രിയിൽ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. എന്താ മോളെ? എല്ലാരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അബി പമ്മിക്കൂടി വന്നിട്ടുണ്ടായിരുന്നു അനഘയുടെ മുറിയിലേക്ക്. എന്നിട്ടോ? അനഘയെ കൊല്ലാനായിരുന്നു തോന്നുന്നു അവന്റെ പ്ലാന്. അവന്റെ സ്വഭാവം അറിയാലോ. ഞാൻ അവിടെ ഉണ്ടാവുന്ന അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവൻ ആകെപ്പാടെ വിളറി വെളുത്തു എന്ന് പറഞ്ഞു. അത് കേട്ടതും ദേവേനി പറഞ്ഞു, അവൻ അതല്ല, അതിലപ്പുറം ചെയ്യും മോളെ. എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് വേണം. കാരണം അനഘയെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ, അവൾക്കൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതെ, അതിനു വേണ്ടിയിട്ടാണല്ലോ ഇന്നലെ ഞാൻ അനഘയുടെ മുറിയിൽ കിടന്നേ. നമ്മൾ ആരെങ്കിലും മാറി മാറി അനഘയുടെ മുറിയിലുണ്ടായിരിക്കണം. അബി ഏത് സമയം ആ മുറിയിലേക്കല്ല, നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ മതി, അവൻ എന്തും ചെയ്യാനും മുതിരത്തില്ല, എന്ത് ചെയ്യാനും മുതിരുന്നവരാന്ന് പറഞ്ഞു. പിന്നെ നവ്യേച്ചി ഉള്ളത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാൻ പറ്റുന്നത്. നവ്യേച്ചി എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബിയുടെ പ്ലാനിനെ കുറിച്ചൊക്കെ. അതുകൊണ്ട് ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നേന്ന് പറഞ്ഞു. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കില് അവൻ എന്തേലും വന്ന് കാണിച്ചാനെന്ന് പറഞ്ഞു. പെട്ടെന്ന് ദേവേനി പറഞ്ഞു, എത്രയും പെട്ടെന്ന് അനയ്ക്ക് സംസാരശേഷിയും കൂടെ തിരികെ കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ തിരികെ കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടു. ഇനി എങ്ങാനും അബിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു പറയാനായിട്ട് എളുപ്പമല്ലേന്ന് ചോദിച്ചു. അത് ശരിയാ, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. വിഷമിക്കൊന്നും വേണ്ടമ്മേ, എത്രയും പെട്ടെന്ന് അതിന് സംസാരശേഷി തിരികെ കിട്ടും. ഡോക്ടർ അങ്ങനെയല്ലേ പറഞ്ഞെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ജലജ അബിയുടെ അടുത്തേക്ക് ഇന്നു. എന്നിട്ട് പറഞ്ഞു, എടാ, ആ കനകയും ഗോവിന്ദനും നന്ദു എന്ന് പറയുന്നുള്ള എല്ലാരും കൂടെ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഓ, എനിക്ക് ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെല്ലാം ഓടിപ്പോകാൻ തോന്നുക. അപ്പോഴേക്കും അബി പറഞ്ഞു, അമ്മയ്ക്ക് ഇത്രയല്ലേ തോന്നുള്ളൂ. എനിക്കാണെങ്കിലോ ആ അനഘയെന്ന് പറയുന്നവൾ ഇവിടേക്ക് വന്നതിന് ശേഷം ഒരു സ്വസ്ഥത സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എടാ, അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ. നിനക്ക് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇന്നാ പോരായിരുന്നോ? ഞാൻ ഇനി കൂടുതൽ എന്തടങ്ങി ഒതുങ്ങിയിരിക്കാനാ? എടാ, നവ്യക്ക് ഇപ്പൊ സംശയമൊന്നുമില്ല. പക്ഷേ
കുറച്ച് കഴിയുമ്പോൾ എന്താ ഇതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ കനയും കോന്നിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കനക വെറുതെ ഇരിക്കില്ല. ചിലപ്പോൾ നവ്യയോട് ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിലൊരു തീരുമാനമായെന്ന് പറഞ്ഞു. അപ്പിക്കാണ് അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായി. പിന്നീട് ജലജ നവ്യയുടെ അടുത്തേക്ക് വന്നു. നവ്യയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, മോളെ നിന്റെ അമ്മ അച്ഛനും ആ നന്ദു എന്ന് പറയുന്നവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടെന്നോ? അതെ മോളെ, അവര് വന്നിട്ടുണ്ട്. വെറുതെ ഇരിക്കും തോന്നില്ല. നിന്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അതാണ് അമ്മേ കാര്യം. എന്റെ അമ്മ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. നല്ലത് പറഞ്ഞോ, വേണം ഞാനും കൂടെ അമ്മയോടൊപ്പം. അങ്ങനെ ജലജയെ എരിവരി കയറ്റി കൊടുക്കുകയാണ് നവ്യ. അപ്പോഴേക്ക് ജലജ പറഞ്ഞു, മോളുള്ള എൻ്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞു. അമ്മയോടൊപ്പം ഞാൻ നിൽക്കത്തുള്ളൂ. അമ്മയെ അഭിയും കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരും ഉള്ളൂ. ഈ പറയുന്ന എൻ്റെ സ്വന്തം അമ്മ പോലും എന്നെ അഭിയം തെറ്റിക്കാൻ വേണ്ടി നോക്കിയതാണ്. അഭിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്നും പറഞ്ഞിട്ട് ഞാനത് വിശ്വസിക്കോ? അപ്പോഴേക്കും ജലജയുടെ മുഖത്തൊരു ഞെട്ടലുണ്ടായി. അത് നവ്യ പ്രത്യേകം ശ്രദ്ധിച്ചു. നവ്യക്ക് ഇടയ്ക്കിടയ്ക്ക് ജലജ ഒന്ന് കുത്തി നോയിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി നവ്യ പറഞ്ഞു, ഇനി അമ്മ അതൊക്കെ പറഞ്ഞുകൊണ്ട് വരുമായിരിക്കും, പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിക്കില്ലമ്മേ. എനിക്ക് അഭിയെ 100% വിശ്വാസമാണെന്ന് പറഞ്ഞു. അതെ, എൻ്റെ മോൻ പാവ. എല്ലാവരും കൂടെ കൂടിയിട്ട് കണ്ടില്ലേ, അനന്തപുരിയിൽ നിന്ന് എങ്ങനെ അവനെ ഓടിക്കാന്ന് കരുതിയായിരിക്കുന്നേ. അവൻ പാവമായതുകൊണ്ടാ. അപ്പോഴേക്കും നവ്യ മനസ്സിൽ പറഞ്ഞു, അതെ അതെ, നിങ്ങളുടെ മോൻ ഭയങ്കര പാവ. അതെനിക്ക് പല വട്ടം മനസ്സിലായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ മോൻ്റെ അത്ര പാവ ഈ കുടുംബത്തിൽ വേറെ ആരുമില്ല എന്ന്. അങ്ങനെ ജലജ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നവ്യ അബിയുടെ അടുത്തേക്ക് വന്നു. അബിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അബി അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്. അബി പറഞ്ഞു, നവ്യെ നീ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഞാൻ എന്തിനാണ് സൂക്ഷിക്കുന്നത്? അല്ല, അവരുടെ സ്വഭാവം അറിയാലോ. അവരെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മൈൻഡ് ചെയ്യാൻ പോകണ്ടെന്ന് പറഞ്ഞു. അവരോട് അധികം സംസാരിക്കാനൊന്നും പോകണ്ട. വെറുതെ ഒരു വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കണ്ട. എടാ, അതിന് ഞാൻ പോയി സംസാരിച്ചാൽ എന്താ? എന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് വന്നാൽ ഞാൻ വിട്ടുകൊടുക്കത്തില്ല അബി. എടി, വെറുതെ എന്തിനാ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നേ? അതുകൊണ്ടാ. നിനക്കെന്താടാ പേടിയുണ്ടോന്ന് ചോദിച്ചു. പേടിയോ? എനിക്ക് പേടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ നയനെ ആദർശം കൂടെ സിറ്റ് ഔട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേനും അനി ആകെപ്പാട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ആദർശ് പറഞ്ഞു, എടാ അനി, നന്ദു ഇന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി ഒന്ന് നോക്കി. അപ്പോഴേക്കും നയന പറഞ്ഞു, നവീനെയും വിളിച്ചിട്ടുണ്ട് മുത്തശ്ശന്. എല്ലാവരും കൂടെ കൂടിയിട്ട് ഇന്നിവിടെ ഓണം ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക. ഉത്രാട ദിനത്തിൽ എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുക. അത് കേട്ടപ്പോഴത്തേനും അനിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. എന്താന്ന് വെച്ചാൽ എല്ലാവരും കൂടെ അയക്കോ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ല, ഇതെന്തിനാ നവീനെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നേ? നവീനെ വിളിച്ച സമയത്ത് നന്ദുവിനെ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എടാ, അത് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. മുത്തശ്ശനെടുത്ത തീരുമാനമല്ലേ? ആദർശന് നയനിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അനി പറഞ്ഞു, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേലും പോയാലോ എന്ന് ആലോചിക്കുക. എനിക്ക് പറ്റില്ല. കാരണം നവീൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിന്റെ പിന്നാലെ തന്നെ നടക്കും. എനിക്കത് കാണുമ്പോൾ സങ്കടവും ദേഷ്യം വരും. ദൈവമേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പിന്നീട് നന്ദുവിനെ ചെന്നിട്ട് അനിയെ വിളിക്കുകയാണ്. അനി വിളിച്ചിട്ട് പറഞ്ഞു, നന്ദു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നീ ഇന്നിങ്ങോട്ടേക്ക് വരുമോ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ? അപ്പോഴേക്കും നന്ദു പറഞ്ഞു, എടാ ഞാൻ എന്താ ചെയ്യണ്ടേ? നവീനേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുവരെ എന്നോട് വരണ്ടെന്ന് അച്ഛനും അമ്മയും പറഞ്ഞേ. പക്ഷെ നവീനേട്ടൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരണമെന്നും പറഞ്ഞിരിക്കുക. ഞാൻ ആകെപ്പാടെ പെട്ട അവസ്ഥയാ. അത് കേട്ടപ്പോൾ അനി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം. നവീനും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേലും പോവും. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ നവീനെയും കൂടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ വല്ല ആത്മഹത്യ ചെയ്യുമെന്ന് തോന്നേ. ഞാൻ പിന്നെ ജീവിച്ചിരിക്കുമെന്ന് പോലും എനിക്ക് തോന്നില്ല. അപ്പോഴേക്കും നന്ദു ഒരു ഞെട്ടലോട് ചോദിച്ചു, എന്താ അനി, നീ എന്തൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും കാലം എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുമെന്ന് കരുതിയിരുന്ന നവീന്റെ വീട്ടിൽ അമ്മ സമ്മതിക്കില്ല എന്ന് കരുതിയിരുന്ന അപ്പോഴാണ് നവീന്റെ അമ്മയെ സമ്മതിച്ച്. അപ്പം നമുക്കെല്ലാം എതിരായിട്ട് വരുമല്ലേ? നിന്നെ നഷ്ടപ്പെട്ടു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നത്? ഇത്രയും കാലത്ത് എൻ്റെ കാത്തിരിപ്പ് വെറുതെയായി പോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി സങ്കടപ്പെടുവാണ്. നന്ദുവിനും ഭയങ്കര വിഷമമായിപ്പോയി. നന്ദുവിനാണെങ്കിലോ അനന്തപുരിയിലേക്ക് പോകാനും പറ്റില്ല, പോകാതിരിക്കാനും പറ്റില്ല. പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ കനയും ഗോവിന്ദനും കാര്യകാരണ സഹിതം വിസ്തമാക്കാനായിട്ട് പറയും. കാരണം ആദ്യം അവര് നന്ദുവിനോട് വരണ്ടാന്ന് പറഞ്ഞതാ. പക്ഷെ നവീനുള്ളത് കൊണ്ടാണ് വരാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നന്ദു ആകെപ്പാടെ പെട്ട അവസ്ഥയായി. പിന്നീട് അങ്ങനെ ഒടുവിൽ നവീൻ അനന്തപുരിയിലേക്ക് വരുവാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും കനകയും കോന്തിനും ഒക്കെ നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് വരുവാണ്. ഈ കാഴ്ച നവിയെ കണ്ടു. നവിയെ ബാൽക്കണിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. നവിയുടെ മനസ്സിലേക്ക്
ചില ചിന്തകളൊക്കെ വന്നു. എത്രയും പെട്ടെന്ന് തന്നെ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം അതെങ്ങനെയെങ്കിലും നടത്തണം. അതിന് ഏതറ്റം വരെ പോവാനായിട്ടും റെഡിയാവണം. കാരണം ഇനി അത് വെച്ച് താമസിപ്പിച്ചുകൂടാ. നവീനുമായിട്ടുള്ള ബന്ധം ഒരു കാരണവശാലും നടക്കരുത്. തൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയെങ്കിലും പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നൊരു ചിന്ത നവിയുടെ മനസ്സിലുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഉത്രാട ദിനം അഴിച്ചു പൊളിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷെ ആ സമയത്തൊക്കെ അനിയുടെയും നന്ദുവിൻ്റെയും മനസ്സിൽ ടെൻഷനാണ്. പഞ്ഞി വെച്ചാൽ കത്തും എന്ന പരുവത്തിലാണ് രണ്ടുപേരും കൂടെ നിൽക്കുന്നത്. എല്ലാവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് അവിടെയെങ്ങും ആയിരുന്നില്ല. നവീനും കൂടെ ഉണ്ട്. നവീനാണെങ്കിൽ ഭയങ്കര ചിരിച്ച് സംസാരിച്ചൊക്കെയാണ് നന്ദുവിൻ്റെ അടുത്ത് ഇടപെടുന്നത്. പക്ഷേങ്കിൽ ആ സമയത്തൊക്കെ നന്ദുവിൻ്റെ മനസ്സാണ് വിങ്ങിക്കൊണ്ടിരിക്കുക. ദൈവമേ, അതുപോലെ തന്നെയായിരുന്നു അനിക്കും. അനി ഇടയ്ക്കിടയ്ക്ക് നന്ദുവിനെ പാളി നോക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നവീൻ നന്നായിട്ട് ആസ്വദിക്കുകയാണ്. തനിക്കിട്ട് നല്ല പണി തന്നല്ലേ, അപ്പൊ രണ്ടുപേരും കൂടെ അനുഭവിക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു നവീന്റെ മനസ്സിൽ. തന്നെ അത്രയും ടെൻഷൻ അടിപ്പിച്ചുകൊണ്ട് കുറച്ച് ദിവസം കൂടെ ഇവരിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കട്ടെ എന്നൊക്കെയായിരുന്നു. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.